ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB ALP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡേ 4 ഫസ്റ്റ് ഷിഫ്റ്റും സെക്കൻഡ് ഷിഫ്റ്റും ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഇതിപ്പോൾ തേർഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് വിശദീകരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് എന്ന് മാത്രം മനസ്സിൽ വെച്ചിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കീർത്തി. നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് SSC RRB കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ചാനലിൽ കയറി വീഡിയോസ് കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിലേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, the sum of 5 consecutive numbers is 260. What will be the sum of the first and last terms? ആദ്യ 5 അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ സം എന്താണ്? 260 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും നമ്പേഴ്സിന്റെ സം എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് 1 ആണ് അല്ലെ ആഡ് ആവുന്നത്. അപ്പം ഒരെണ്ണം x ആണ്, അടുത്തത് x+1, നെക്സ്റ്റ് വൺ x+2, next one x+3 and the final one is x+4. ഇവരുടെ സം എത്രയാണ് തന്നിട്ടുണ്ട്? 260 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ അതിൽ നിന്നും x പ്ലസ് x+4 ചെയ്യണം അല്ലെ. x പ്ലസ് x+4 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ അറിയില്ലേ? ഈ തന്നിരിക്കുന്നതിൽ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? x+x+4 ചെയ്യുക. ഓക്കെ, കിട്ടുന്ന ആൻസർ പറയുക, കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the square of the length of the diagonal of a closed cube is 2175 square centimeter. What will be the total surface area of the cube? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് ക്യൂബിന്റെ ഡയഗണലിന്റെ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ക്യൂബിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? a cube a√3 the whole square ആണ് അല്ലെ. a√3 the whole square നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? A175 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഡയഗണൽ എന്താണ്? a√3 ആണ്. അതിന്റെ സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 2175. അപ്പൊ ഇവിടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? a² വരും. ഇവിടെ 3 എന്ന് വരും. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2175 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം അല്ലെ. ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 725 എന്നാണ് കിട്ടുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ സർഫസ് ഏരിയ, ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 6a² ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ റൂട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. തന്നിരിക്കുന്ന ആൻസറിലേക്ക് എന്ത് ചെയ്താൽ മതി? 6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും? 4350 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 4350 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? മനസ്സിലായോ എന്താ ചെയ്തത് എന്നുള്ള കാര്യം? ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ക്യൂബിന്റെ ഡയഗണൽ ആണ് കേട്ടോ a√3 എന്ന് പറയുന്നത്. ഓക്കെ, തന്നിരിക്കുന്നത് അതിന്റെ സ്ക്വയർ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വാല്യൂ എടുത്തത്. ആർക്കെങ്കിലും അത് കൺഫ്യൂഷൻ ഉണ്ടാവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the volume of the sphere whose diameter is 84 meter. ഒരു സ്ഫിയറിന്റെ വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? 4/3 pi r ക്യൂബ് ആണ് അല്ലെ. ഡയമീറ്റർ നമുക്ക് 84 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? 42 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം? 4/3 into 22/7 into 42 into 42 into 42 എന്ന് ചെയ്താൽ മതി അല്ലെ. ഇപ്പൊ ഇവിടെ നോക്ക്, 7ല് 42 എത്ര ടൈംസ് ആണ് പോവുക? 6 ടൈംസ് പോവും. 3ല് 6 2 ടൈംസ് പോകും അല്ലെ. ഇവിടെ നോക്ക്, 4 into 2 8 ആണ്. 8 into 22 ചെയ്യാം. ഇവിടെ 42 സ്ക്വയർ ആണ് അല്ലെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 42 സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 42 സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ 4 ആണ്. 4 into 2 8, 8 into 2 16 ആണ്. 6 ബാലൻസ് 1 ഇവിടെ. 4 സ്ക്വയർ 16 ആണ്. പ്ലസ് 1 17. 1764 into 22 into 8 എന്ന് പറഞ്ഞാൽ 8 2s are 16. ബാലൻസ് 1 16 plus 1 7. 176 ആണ്
വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 176 into 1764 ചെയ്യുമ്പം ആൻസർ എന്താ കിട്ടണത് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 6 4s are 24 ആണ്. സോ ഇതുമല്ല ഇതുമല്ല, ഈ രണ്ടെണ്ണത്തിലെ ഏതോ ഒരെണ്ണമാണ് ആൻസർ. അത് ഏതാണെന്നൊന്ന് നോക്കിയിട്ട് പറയുക കേട്ടോ. അടുത്തത്, 2 successive discounts of 10% and 5% are equal to a single discount of. അപ്പോ നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ്, ആദ്യത്തെ ഡിസ്കൗണ്ട് പ്ലസ് രണ്ടാമത്തെ ഡിസ്കൗണ്ട് മൈനസ് ആദ്യത്തെ ഡിസ്കൗണ്ട് ഇൻറ്റു രണ്ടാമത്തെ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലേ. ഇതാണ് എളുപ്പമുള്ള മെത്തേഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 15 മൈനസ് 50 ബൈ 100 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ 0 കട്ട് ചെയ്യും. അപ്പൊ എന്ത് വരും, 150 മൈനസ് 5 ബൈ 10 എന്ന് വരും. 150 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 145 ആണ്. ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 14.5% ആണ് സിംഗിൾ ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് 1-2 സെക്കൻഡിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെത്തേഡുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, if a regular polygon has 65 diagonals, what will be the number of sides? നമുക്ക് അറിയാലേ എന്താണ്, n into n minus 3 is equal to 65 into 2 എന്ന് കിട്ടണം അല്ലേ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, n into n minus 3 is equal to എത്ര വരണം, 130 എന്ന് വരണം. 130 എന്ന് പറഞ്ഞാൽ എന്താണ്, 13 into 10 ആണ്. ഇവിടെ നോക്ക്, 13 into 13 minus 3 10. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്, 13 ആണ് നമ്പർ ഓഫ് സൈഡ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. നമുക്ക് ആ ആൻസർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ കിട്ടുമ്പോൾ തന്നെ എത്രയായിരിക്കും നമ്പേഴ്സ് വരിക എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ ആണല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If we add 1 to the numerator of a given fraction, ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, 1 ആഡ് ചെയ്തു. ദെൻ ഡിനോമിനേറ്ററിൽ നിന്നും 1 മൈനസ് ചെയ്തു. നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്, എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1 എന്ന് വരും. അവിടെ നിന്ന് നമ്മൾ എന്തെടുത്തു, എന്ത് കണ്ടുപിടിച്ചു, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, നമുക്ക് മൈനസ് 2 എന്ന് വരും. ഓക്കെ, പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പോസിറ്റീവ് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ, പോസിറ്റീവ് ഡിഫറൻസ് ആണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയില്ല. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്, ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്, 1 ആഡ് ചെയ്യാണ്. അപ്പൊ ഫ്രാക്ഷൻ എന്താവും, 2/3 എന്ന് ആവും അല്ലെ. അപ്പൊ ഇവിടെ എന്താ ഇപ്പൊ വരുന്നത്, 3x is equal to 2y plus 1 എന്ന് വരും അല്ലെ. 2y plus 1 എന്ന് വരില്ലേ. അപ്പൊ ഇനി 2y plus 2 എന്നാ വരിക, സോറി 2y plus 2 എന്ന് വരും. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, 3x minus 2y is equal to 2. അപ്പൊ പോസിറ്റീവ് ഡിഫറൻസ് എന്താണ്, 2 ആണ്. നമുക്ക് ഇവിടെ 3ഉം 2ഉം ഇരിക്കുന്നില്ലേ, എക്സും വൈയും അല്ലേ വേണ്ട, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എന്താണ് ഫ്രാക്ഷൻ ഒന്നും തന്നിട്ടില്ല അല്ലെ. അപ്പൊ 3x ന്യൂമറേറ്ററും 2y ഡിനോമിനേറ്റർ ആയിട്ട് എടുത്താലും അവിടെ തെറ്റൊന്നും വരണില്ല. നമുക്ക് വേണ്ടത് അവര് രണ്ടുപേരും തമ്മിലുള്ള പോസിറ്റീവ് ഡിഫറൻസ് മാത്രമായിരുന്നു ആവശ്യം. അത് നമുക്ക് കിട്ടി, 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, a gardener increases the area of his rectangular garden by increasing its length by 40% and decreasing its width by 20%. What percentage is the area of the new garden more than the area of the old garden? Length 40% increase ചെയ്തു, width 20% കുറച്ചു. അങ്ങനെയാണെങ്കിൽ പുതിയ ഏരിയയും പഴയ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്തെടുക്കുകയാണ്, 100 into 100 എടുക്കുകയാണ്. ഓക്കെ, പഴയ ഏരിയ 100 into 100 എന്ന് പറയുമ്പോൾ എത്ര വരും, 10,000 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഏരിയ എന്ന് പറഞ്ഞാല് എത്രയാണ്, ലെങ്ത് 140 ആയിട്ട് കൂട്ടി, വിഡ്ത്ത് എന്തായി 20 കുറച്ചപ്പം 80 എന്ന് കിട്ടി. അത് പഴയതിന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഴയതിന്റെ പെർസെന്റേജ് കാണാൻ ഇൻറ്റു 100 ബൈ പഴയ ഏരിയ ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നോക്ക്, 0 0 0 0 2 0 ഇവിടെ 0. 14 into 8 എന്ന് പറഞ്ഞാല് നമുക്ക് എത്രയാ കിട്ടുക, 112 ആണ് കിട്ടുക. ദാറ്റ് മീൻസ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 12% ആണ് വരുന്നത്. ഓക്കെ,
12% കൂടുതലാണ് പുതിയത് വരുന്നത്. മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്തത് എന്നുള്ളത്? ഈ ഒരു മെത്തേഡാണ്. എക്സ് പെർസെൻറ്റേജ് ഇട്ടിട്ട് ഞാൻ ആ സ്റ്റെപ്പ് എഴുതാണ്ട് ഡയറക്റ്റ് ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് if rupees 2500 is to be distributed between A and B in the ratio of 7:5, find B share. സെയിം ക്വസ്റ്റ്യൻ എയുടെ ഷെയർ ചോദിച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇപ്പം ബിയുടെ ഷെയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5/12 ആണ്. ഇവിടെ 2 എന്ന് വരും. ദാറ്റ് മീൻസ് ബിക്ക് എത്ര രൂപ ഷെയർ വരുന്നത്? 1000 rupees ആണ് ബിയുടെ ഷെയർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറെ ഷിഫ്റ്റുകളിൽ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്താണ്? ഡിസോണസ്റ്റ് സെല്ലർ പ്രോസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്. എത്രയാണ്? 25% ആണ് പ്രോഫിറ്റ്. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? 125/100 എന്നാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 125 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 gram ആണ് അല്ലെ. അപ്പം 125 എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 100 കിട്ടുക? ഇൻറ്റു 0.8 ചെയ്താലാണ് നമുക്ക് 100 കിട്ടുക. ഓക്കെ, അപ്പൊ 100നെ നമുക്ക് ഇൻറ്റു 0.8 ചെയ്താൽ എത്ര കിട്ടും? 80 കിട്ടും. സോ എത്രയാണ്? 80 gram ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 80 gram ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ എന്താ ചെയ്തത് എന്നുള്ള കാര്യം? നമ്മൾ ഇതുപോലത്തെ ഒരേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേയും 2 വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയ കാര്യമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോയത്. ഒന്നുമില്ല, 125 100 ആവാൻ 0.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100% ആണെങ്കിൽ എത്ര ചെയ്താൽ മതി? 0.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80 കിട്ടും. അടുത്തത്, Reena runs at a speed of 8 km/h. How much time will she take to cover a distance of 200 meter? റീനയുടെ സ്പീഡ്, ടൈം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് എന്തെന്ന് പറയണത്? ടൈം എന്ന് പറയണത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എത്രയാണ് തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് 200 meter ആണെന്ന് തന്നിട്ടുണ്ട്. സ്പീഡ് 8 kilometer ആണ് അല്ലെ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 5/18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്? 20/9 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 9 എന്നാണ് വരിക. 0 0 2 വെച്ച് ചെയ്യുമ്പോൾ 10 എന്ന് വരും. നമുക്ക് എന്ത് വരും? 90 സെക്കൻഡ്സിലാണ് ആ ഒരു ഡിസ്റ്റൻസ് റീന കവർ ചെയ്യണത്. 90 സെക്കൻഡ്സ് ആണ് അവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വലിയ കൺഫ്യൂഷനോ കാര്യങ്ങളോ ടെൻഷനോ ഒന്നും ആവശ്യമില്ല ഇത്രയും ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത്, ആരവ് ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 6 days. ആരവ് ഒരു വർക്ക് 6 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ബബിത ഒറ്റയ്ക്കാണെങ്കിൽ ആ വർക്ക് 8 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അവരത് എന്ത് ചെയ്തു? 2400 രൂപയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നവർ പറഞ്ഞു. അവർ ആരുടെ ഹെൽപ്പ് കൂടെ വാങ്ങിച്ചു? ചൈതന്യയുടെ ഹെൽപ്പ് കൂടെ വാങ്ങിച്ചു. ചൈതന്യയും കൂടെ ഹെൽപ്പ് ചെയ്തപ്പോ അവർ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് തീർത്തു? 3 ദിവസം കൊണ്ട് അവര് വർക്ക് തീർത്തു. അപ്പൊ ഇതിന്റെ LCM എന്താ? 24 ആണ് വരുന്നത്. 6 4s are 24, 8 3s are 24. ഇവിടെ എന്താണ്? 8 3s are 24. അപ്പം ആരവ് ഒറ്റയ്ക്കാണെങ്കിൽ 4 ദിവസം, ആരവ് ഒരു ദിവസം 4 വർക്ക് ചെയ്യും, ബബിത 3 വർക്ക് ചെയ്യും അല്ലെ. അവർ ഒരുമിച്ചാണെങ്കിൽ 8 വർക്ക് ചെയ്യും. 4 3 7 ആണ്. അപ്പൊ ചൈതന്യ ഒറ്റയ്ക്ക് ചെയ്യണ വർക്ക് എത്രയാണ്? ഒരു വർക്കാണ് ചൈതന്യ ചെയ്യണത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബബിതയ്ക്ക് എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ എന്താ വരിക? 4:3:1 എന്നാണ് വരിക. ദാറ്റ് മീൻസ് 8 വർക്കാണ് അവർ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യണത്. അപ്പൊ ബബിത ചെയ്യണത് 3 വർക്കാണ്. 2400 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 8 ആണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 3 എന്ന് വരും. 3 3s are എത്രയാ വരിക? 900 rupees ആണ് ആർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടത്? ബബിതയുടെ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? വർക്ക് ആൻഡ് ടൈമും പാർട്ട്ണർഷിപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ?
ക്ലിയർ ആയില്ലേ എന്താ ചെയ്തത് എന്നുള്ളത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് എപ്പോഴും ഉള്ളതാണ്, നമ്മൾ കുറേ ടോപ്പിക്കുകൾ പഠിക്കണ്ടല്ലോ, ഇതിനെല്ലാത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരുമോ, അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററിനും സിംഗിൾ ക്വസ്റ്റ്യൻസ് ആണോ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വരിക. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്തു. ഓക്കെ, 30 കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്തപ്പം അവിടെ 12 കുട്ടികളുടെ ആവറേജ് മാർക്ക് 80 ആയിരുന്നു. അപ്പൊ 12 കുട്ടികളുടെ ടോട്ടൽ മാർക്ക് എത്രയാണ്? 12 into 80 ചെയ്തു, നമുക്ക് 960 എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള കുട്ടികളുടെ ആവറേജ് 75 ആണ്. അപ്പൊ 30യിൽ നിന്നും 12 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്രയാ ഉള്ളത്? ബാലൻസ് 18 സ്റ്റുഡൻസ് ആണ്. അവരുടെ ആവറേജ് 75 ആണ്. അവരുടെ ടോട്ടൽ മാർക്ക് എത്രയാണ്? 1350 ആണ്. നമുക്ക് ടോട്ടൽ ക്ലാസിന്റെ മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 plus 5 11 1 ബാലൻസ് 1 9 plus 10 13 1 2310 ആണ് ടോട്ടൽ ക്ലാസിന്റെ മാർക്സ് എന്ന് പറയുന്നത്. അവരുടെ ആവറേജ് ഡിവൈഡഡ് ബൈ 13 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 77 ആണ് ആ ഒരു ക്ലാസ്സിലെ 30 സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the sum of all prime numbers between 60 and 90? അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിലും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് എനിക്ക് ആൻസർ കമന്റ് ചെയ്ത് തരിക. ഓക്കെ, അടുത്തത്, a group of people consist of men, women and children. Then അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 40% of them are men. അപ്പൊ എന്താണ്? men, women, children. അതിനകത്ത് 40% men ആണ്, 35% women ആണ്, and 25% എന്താണ്? children ആണ്. ഓക്കെ, ബാലൻസ് ഉള്ള 25 children ആണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. 5 വെച്ച് ചെയ്യുമ്പം 8:7:5 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പം ആവറേജ് വെയിറ്റ് എന്ന് പറയുമ്പം 70. അപ്പം 70 ആണെങ്കിൽ 70 into 8 എന്ന് പറയുമ്പോൾ ടോട്ടൽ വെയിറ്റ് 560 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ 60 തന്നിട്ടുണ്ട്. 6 into 7 42 ആണ്, 420 എന്ന് വരും. ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 30 ആണ് തന്നിരിക്കുന്നത്. 5 into 3 എത്രയാണ്? 15 ആണ്. സോ ടോട്ടൽ വെയിറ്റ് 150 വരും. നമ്മളോട് ആ ഗ്രൂപ്പിന്റെ ആവറേജ് വെയിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് അങ്ങോട്ടേക്ക് പ്ലസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ഇത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡഡ് ബൈ 8 plus 7 എത്രയാ വരുന്നത്? 15 plus 5 എന്ന് പറഞ്ഞാൽ 20. അപ്പൊ നമ്മൾ 20 ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 20 ചെയ്യുക, കിട്ടുന്ന ആൻസർ എന്താണെന്ന് പറയുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? പെർസെൻറ്റേജിനെ അതിന്റെ റേഷ്യോയിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് അതിന് നമ്മളൊരു പോയിന്റ് ആക്കി, റേഷ്യോ ആക്കിയിട്ട് അവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15th ക്വസ്റ്റ്യൻ ആണ്. The population of a city was 50,000 in 1988. ഒരു വർഷം കഴിഞ്ഞപ്പോ എത്ര ഇൻക്രീസ് ചെയ്തു? 125% ഇൻക്രീസ് ചെയ്തു. അടുത്ത വർഷം എത്ര കുറഞ്ഞു? 30%. അപ്പൊ അവിടെ എത്ര ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ? 70% വന്നു. അടുത്ത വർഷം എത്രയായി? 40% ഇൻക്രീസ് ചെയ്തു. അപ്പൊ 1991 പോപ്പുലേഷൻ, ലാസ്റ്റ് കിട്ടുന്ന പോപ്പുലേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇത് അങ്ങോട്ടേക്ക് ആൻസർ ചെയ്താൽ മതി. 0 0 0 0 ഈ 0 ഇതെല്ലാം കട്ട് ചെയ്തു. നമുക്ക് എന്ത് വരും? 125 into 5 എന്ന് പറഞ്ഞാൽ 625 എന്ന് വരും. 14 into 7 എന്ന് പറഞ്ഞാൽ 98 വരും. അപ്പൊ ഇത് തമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 61250 ആണ്. 1991 അവിടെയുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്താ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ കൂടിയതും കുറഞ്ഞതും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് ഒരൊറ്റ തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന് -1 ഇട്ട് കൊടുത്താൽ എക്സ് സ്ക്വയർ -5 കിട്ടുന്ന വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, കിട്ടുന്ന ആൻസർ എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കണം കേട്ടോ. അടുത്തത്,
Which of the following numbers is divisible by both 7 and 11? 7ഉം 11ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എന്ത് വരും? 4 + 5 എത്രയാണ്? 4 + 5 9 ആണ്. 3 + 2 6 ആണ്. 9 - 6 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി 6 + 4 10 ആണ്. 8 + 2 10 ആണ്. അത് എന്ത് വരും? 0 ആണ് വരുന്നത് അല്ലെ. അപ്പൊ അത് 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. അതെന്താണ്? 7ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി ഇവിടെ നോക്ക്, 7 + 1 8, ഇവിടെ 8, 8 + 8 16 എന്ന് വരുന്നുണ്ട് അല്ലെ. ഇനി അടുത്തത് ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കറിയാലോ അല്ലെ എങ്ങനെയാണ് 11ന്റെയും 7ന്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ രണ്ട് നമ്പേഴ്സിന്റെ ഓൾറെഡി പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അതുപോലെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള നമ്പേഴ്സിന്റെ കൂടെ നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണ് 7ന്റെയും 11ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, അടുത്തത് തന്നിരിക്കുന്ന ഇതെന്താ ഇവിടെ തന്നിരിക്കുന്നത്? √0.0016 into cube root of 8000000. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ ഒരു വഴിയുണ്ട്. 16 4ന്റെ ക്യൂബ് റൂട്ട് ആണെന്ന് നമുക്കറിയാം അല്ലെ. 4 × 4 ആണ്. ഇവിടെ 4 പ്ലേസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു 00 ആഡ് ചെയ്യണം. സോ എന്താണ്? 0.04 ആണ് ഇതിന്റെ ക്യൂബ് റൂട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ക്യൂബ് ആണ്. 8 എന്താണ്? 2ന്റെ ക്യൂബ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 1 2 3. 2 സീറോസ് ആണ് 3 വട്ടം റിപ്പീറ്റ് ആയിരിക്കുന്നത്. അപ്പൊ 200 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 200 × 0.4 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്താൽ മതി? 0.4 × 100 × 2 ചെയ്താൽ മതി. എന്ത് വരും? 4 × 2 എന്ന് വരും, which is equal to 8 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If a sum of money becomes 1/4 times of that amount after 2 years at a certain rate of interest compounded annually, then what will be the rate of interest per annum? അപ്പൊ എന്താണ്? എമൗണ്ട് 2 times, പ്രിൻസിപ്പിൾ 2 times. എന്താ വരുന്നത്? ഇവിടെ എന്ത് വരും? ഇത് എങ്ങനെയാ വരുന്നത്? 2 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെ. 2 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 2 എന്ന് കൊടുത്തിരിക്കുന്നത്. 4 × 2 8 + 1 9. 9/4 ആണ് ആവുന്നത്. എമൗണ്ട് 9 ആവും. പ്രിൻസിപ്പിൾ എത്രയാ വരുന്നത്? 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിനെ നമുക്ക് കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കാം? 3/2 ആയിട്ട് ഇതിനെ നമുക്ക് കുറയ്ക്കാം അല്ലെ. 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നോക്കണ്ടേ അല്ലെ. അപ്പം ഇവിടെ എന്ത് ചെയ്താൽ മതി? 3/2 എന്ന് പറയുമ്പോൾ ബാലൻസ് എത്രയാ വരുന്നത്? 3/2 എന്ന് പറയുമ്പോൾ ബാലൻസ് 3യുടെ ബാലൻസ് പിന്നെ എത്രയാ ഉള്ളത്? 1/2 ആണ് ബാലൻസ് ഉള്ളത് അല്ലെ. എമൗണ്ട് 3 ആണ്. അതിൽ നിന്നും 2 പ്രിൻസിപ്പിൾ ആണെങ്കിൽ പിന്നെ ബാലൻസ് എത്രയാണ്? 1 ആണ് വരുന്നത്. അപ്പൊ 1/2 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 50% ആണ് എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എന്ന് പറയുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യം? ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡേ 4 തേർഡ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ കമന്റ് സെക്ഷനിൽ കൂടെ ആൻസർ പറഞ്ഞു തരണം എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എല്ലാവരും ചെയ്ത് നോക്കുക. ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നാളെ മുതൽ ടെക്നീഷ്യൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മളെ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.